എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാ കൂട്ടുകാരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും 1 or 2 മാർക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചാണ്. അപ്പൊ ആദ്യത്തെ തന്നെ നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതി. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? നമ്മുടെ കേരള സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസപ്പ് എന്ന് പദ്ധതിയുടെ പേര്. അപ്പൊ എന്താണ് മെഡിസപ്പ്? മെഡിസപ്പിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ മെഡിസപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ മെഡിസപ്പിന്റെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആണ്. നമ്മുടെ ഈ ഒരു മെഡിസപ്പ് പദ്ധതി എന്നാണ് നിലവിൽ വന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. PYQ ചോദിച്ചതാണ്. അപ്പൊ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ വന്നത് 2022 ജൂലൈ 1 ഈ ഒരു മെഡിസപ്പ് പദ്ധതി നിലവിൽ വന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണേ. പഠിച്ചു വെക്കണം. മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ മെഡിസപ്പ് 2.0 അതായത് മെഡിസപ്പിന്റെ 2.0 വന്നിട്ടുണ്ട്. അതായത് രണ്ടാം ഫേസ് വന്നിട്ടുണ്ട് മെഡിസപ്പിന്റെ. അത് ഫെബ്രുവരി 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വന്നു കേട്ടോ. മെഡിസപ്പിന്റെ രണ്ടാം ഘട്ട മെഡിസപ്പ്, അതായത് മെഡിസപ്പ് 2.0 അതിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആണ്. മെഡിസപ്പിന്റെ 2.0 അപ്ഡേറ്റ്, അതായത് കുറച്ച് പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നെയാണ് മെഡിസപ്പ് 2.0. അത് ഫെബ്രുവരി 1 മുതൽ 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വന്നു. ഇൻഷുറൻസ് പരിരക്ഷ, ഇനി നമ്മുടെ മെഡിസപ്പിന്റെ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. വാർഷിക ഇൻഷുറൻസ് കവറേജ് 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി കേട്ടോ. നേരത്തെ അതായത് മെഡിസപ്പിൽ 3 ലക്ഷമേ ഉള്ളായിരുന്നു വാർഷിക ഇൻഷുറൻസ് കവറേജ്. എന്നാൽ മെഡിസപ്പ് 2.0 വന്നപ്പോൾ 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. നിലവിൽ 5 ലക്ഷം രൂപയാണ് വാർഷിക ഇൻഷുറൻസ് കവറേജ് മെഡിസപ്പിന്റെ വരുന്നത്. അടുത്ത പോയിന്റ്, പ്രതിമാസ പ്രീമിയം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. മെഡിസപ്പിന്റെ പ്രതിമാസ പ്രീമിയം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷൻകാരുടെ പെൻഷനിൽ നിന്നും ഈടാക്കുന്ന തുക പ്രതിമാസം 687 രൂപയാണ്. നിലവിൽ ഇപ്പം 687 രൂപയാണ്. മെഡിസപ്പ് 2.0 വെച്ച് 687 രൂപയാണ് പ്രതിമാസ പ്രീമിയം. നേരത്തെ ഇത് 500 രൂപയായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കി അങ്ങ് പഠിച്ചു പോവാം. എന്താണ് മെഡിസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. മെഡിസപ്പിന്റെ ഫുൾ ഫോം ആണ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസപ്പ് പദ്ധതി നിലവിൽ വന്നത് 2022 ജൂലൈ 1 മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. മെഡിസപ്പ് 2.0 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വന്നു. 2026 ഫെബ്രുവരി 1 മുതൽ മെഡിസപ്പ് 2.0 നിലവിൽ വന്നു. ഇൻഷുറൻസ് പരിരക്ഷ എത്രയാണ്? വാർഷിക ഇൻഷുറൻസ് കവറേജ് 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ നിലവിലെ പ്രതിമാസ പ്രീമിയം എന്ന് പറയുന്നത് 687 രൂപയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിലെ മെഡിസപ്പ് 2.0 പ്രതിമാസ പ്രീമിയം എത്ര രൂപയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 687 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആരോഗ്യക്ഷേമ പദ്ധതികൾ നോക്കാം. പ്രധാനപ്പെട്ട അടുത്തൊരു പദ്ധതിയാണ് ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അലീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി കേട്ടോ. ആശാധാര പദ്ധതി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് PSC പരീക്ഷകളിൽ. പഠിച്ചു വെക്കുക. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി. അടുത്ത പോയിന്റ്, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കുക. എന്താണ്? പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മാതൃയാനം. അടുത്ത പോയിന്റ്,
മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി കേട്ടോ. കിടപ്പ് രോഗികൾക്കൊക്കെ എന്താണ് താങ്ങായിട്ട് നിൽക്കുന്നവർ, അവരെ പരിചരിക്കുന്നവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കിടപ്പ് രോഗികളൊക്കെ പരിചരിക്കുന്നവർക്ക് ഒരു ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം എന്താണ് മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികൾ. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ളത് ആരാണ്? കിടപ്പ് രോഗികളല്ലേ. ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. അടുത്ത പോയിട്ട് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി. നമ്മളിത് വളരെ രസകരമായിട്ട് പഠിച്ചു. എന്താണ് കുട്ടികൾക്ക് കൂടുതലും എന്താണ് മിഠായി അല്ലേ ഇഷ്ടപ്പെടുന്നത്? എന്താണ് കുട്ടികൾ എപ്പോഴും മിഠായിക്ക് വേണ്ടിയല്ലേ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. എന്താണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗറാണ്. ഷുഗറും മുട്ടായുമായിട്ട് കണക്ട് ചെയ്യുമല്ലോ. കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? മുട്ടായിയാണ്. കണക്ട് ചെയ്തോണേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി. അടുത്ത പോയിന്റ്, സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി കേട്ടോ. മറ്റേത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്താണ് മെഡിസപ്പ്. ഇവിടെ ഇത് എന്താണ്? ഇത് ഒരു വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ഈ ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കുന്നത് KSF വഴിയാണ്. KSF വഴി നടപ്പിലാക്കുന്ന ഒരു ആയുഷ്കാല സമ്പാദ്യ സുരക്ഷാ പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ഇത് KSF വഴിയാണ് നടപ്പിലാക്കുന്ന ഒരു ആയുഷ്കാല സമ്പാദ്യ സുരക്ഷാ പദ്ധതിയാണ്. അടുത്ത പോയിട്ട്, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. അപ്പോൾ എന്താണ് വളരെ സശ്രദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശ്രദ്ധിച്ച് നോക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണേ. കൗമാരക്കാരാണ്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം പദ്ധതി. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് പദ്ധതി കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് പദ്ധതി. നമുക്ക് അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുമ്പ് നമ്മളൊരു ബാച്ച് തുടങ്ങുന്ന കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ 10th ലെവലിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ്. കമ്പനി ബോർഡ് LGS, VFA, ബെവ്കോ LD പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് വേണ്ടിയുള്ളൊരു ടെലഗ്രാമിലൊരു ബാച്ചാണ്. അതിനകത്ത് നമ്മൾ ലൈവ് പ്ലസ് ഓഡിയോ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സുകൾ, PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു 10th ലെവൽ ബാച്ച് ഞാൻ മാത്രമല്ല 2-3 അധ്യാപകരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. അപ്പോൾ ഇനി വരുന്ന ഈ 3 പരീക്ഷകൾക്കും ഈ ഒരു ബാച്ച് ഉപകാരപ്രദമാവുന്നതാണ് 10th ലെവൽ ബാച്ച്. അപ്പോൾ ഇതിന് അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 10th ലെവൽ ബാച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ 1 hour ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് റെക്കോർഡ് ചെയ്ത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടുക്കുന്ന എല്ലാ ക്ലാസ്സിന്റെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. റിവിഷൻ ക്ലാസ്സസും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. അതായത് എന്താണ്, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 6 മാസമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഈ 6 മാസത്തിനുള്ളിലാണ് എല്ലാ പരീക്ഷകളും വരുന്നത്. 6 മാസത്തിന് എന്താണ്, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, യൂണിഫോം പോസ്റ്റ് ആയിക്കോട്ടെ, ഏത് പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ കൊണ്ട് നിങ്ങൾക്ക് 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന പരീക്ഷകൾക്ക് സെറ്റാക്കി തരുന്നതാണ്. എല്ലാവരും ജോയിൻ ചെയ്യുക കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം.
അടുത്തതാണ് സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. കേട്ടോ, അങ്കണം, അങ്കണവാടി, അങ്കണം. കണ്ടോ, കണക്ട് ചെയ്യാമല്ലോ, അങ്കണവാടി, അങ്കണം. അപ്പൊ കണക്ട് ചെയ്തോണേ. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം ഇൻഷുറൻസ് പദ്ധതി. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേട്ടോ, നമ്മുടെ കേരളമാണ്. പഠിച്ചു നോക്കണേ, വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? എസ് രാജേന്ദ്രനാണ്. പഠിച്ചു നോക്കണേ, ഒന്നുകൂടെ പറയാം. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? എസ് രാജേന്ദ്രനാണ്. കേട്ടോ, എസ് രാജേന്ദ്രനാണ്. അടുത്തൊരു പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. നിങ്ങളിത് പഠിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കും ഹൃദ്യം പദ്ധതി. ഹൃദ്യം പദ്ധതി എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അപ്പോൾ പഠിച്ചു നോക്കുക, 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. ശ്രുതി തരംഗം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതിയാണ്. കേട്ടോ, പഠിച്ചു വെക്കണം. എന്താണ് ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഉള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. അടുത്തത് മിഴി പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. എന്താണ് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി പദ്ധതി. കേട്ടോ, മിഴി പദ്ധതി. ഇനി അടുത്തൊരു പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കുക. PYQ ആണ് ഇതെല്ലാം, നമ്മുടെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള പദ്ധതികളാണ്. പഠിക്കുക. എന്താണ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. സ്പെക്ട്രം ഓട്ടിസം കണക്ട് ചെയ്തോണേ. അടുത്തൊരു പോയിന്റാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. അപ്പൊ എന്താണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. കേട്ടോ, ഇത്രേ ഉള്ളൂ. അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർക്ക് നൽകുന്ന ഒരു സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഇനി അടുത്ത പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം പദ്ധതി. എന്താണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം പദ്ധതി. പഠിച്ചു നോക്കണേ. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. ഇനി അടുത്ത പോയിന്റ് സ്നേഹപൂർവം പദ്ധതി. എന്താണ്? മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായം പദ്ധതിയാണ്. പഠിച്ചു വെക്കണേ. സ്നേഹപൂർവം പദ്ധതി എന്താണ്? മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കേട്ടോ, സ്നേഹപൂർവം പദ്ധതി. അടുത്ത പോയിന്റ് സ്ത്രീകളിലെ വിളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അനീമിയാണ്. സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം പദ്ധതി. പഠിച്ചു. PYQ സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പദ്ധതിയാണ്. പഠിക്കുക. സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം പദ്ധതി. ഈ വിവ കേരളം പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്.
പഞ്ചായത്തുകൾക്ക്. അതുപോലെ തന്നെ വിവാ കേരള ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര പഞ്ചായത്ത്. പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര പഞ്ചായത്ത്. വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? മൈലപ്ര പഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലയിലെ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം പദ്ധതി. വിവാ കേരളം പദ്ധതിയുടെ ലക്ഷ്യം വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര പഞ്ചായത്ത്, പത്തനംതിട്ട. അടുത്ത പോയിന്റ്, കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി പദ്ധതി കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കുക, കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി പദ്ധതി. അടുത്ത പോയിന്റ്, രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പോൾ ബ്ലഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി കേട്ടോ. പോൾ ബ്ലഡ്. അപ്പൊ നിങ്ങളിത് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. കാരണം എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് രക്തങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോലീസിന്റെ ഒരു പോൾ ബ്ലഡ് പദ്ധതി കണക്ട് ചെയ്താൽ മതി. അതായത് ഈ പോൾ ബ്ലഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പോൾ ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പോൾ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ് ബ്ലഡ് വേണ്ട സൗകര്യം ഒരുക്കി തരുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഈ പോൾ ബ്ലഡ് ആപ്പിന്റെ പോൾ ബ്ലഡ് പദ്ധതിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പ് വഴിയാണ് ഈ ഒരു സേവനം ലഭ്യമാക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കിത് ഡെയിലി ലൈഫിലും ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ പോൾ ആപ്പ് ഒന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കും. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല. പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് തന്നെ പോൾ ബ്ലഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡിന് ആവശ്യമുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കേരള പോലീസ് സഹായിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പോൾ ബ്ലഡ് പദ്ധതി. അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ്. കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പ് വഴിയാണ് ഈ ഒരു സേവനം ലഭ്യമാകുന്നത്. അടുത്ത പോയിന്റ്, വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാന്തനം പദ്ധതി കേട്ടോ. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സ്വാന്തനം പദ്ധതി. അടുത്ത പോയിന്റ്, വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? യോദ്ധാവാണ് കേട്ടോ. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അടുത്ത പോയിന്റ് നോക്കാം. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ് കേട്ടോ. ആ ടെലിമാനസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14416 കേട്ടോ. നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അവർ അതിന് വേണ്ടുന്ന ഹെൽപ്പ് ലൈനൊക്കെ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പദ്ധതികളൊക്കെ പഠിക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇത് യൂസ് ആക്കും കേട്ടോ. നമ്മുടെ ഒരു ക്ലാസ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയും പഠിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി അറിയാനും സാധിക്കുമല്ലോ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പോൾ മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ്. ടെലിമാനസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14416. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുന്ന പദ്ധതിയാണ് സൂതികാ മിത്രം കേട്ടോ. സൂതികാ മിത്രം പഠിച്ചു നോക്കണേ. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുന്ന പദ്ധതിയാണ് സൂതികാ മിത്രം. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിന്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി കേട്ടോ. പഠിച്ചു നോക്കണേ. മുതിർന്ന പൗരന്മാർക്കും ഒറ്റപ്പെടലിന്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി.
അടുത്തൊരു പദ്ധതിയാണ് കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡാണ് കേരള കെയർ എന്ന് പറഞ്ഞ ഗ്രിഡ് കേട്ടോ. പഠിച്ചു നോക്കണേ. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡിനെ പറയുന്ന പേരാണ് കേരള കെയർ കേട്ടോ. കേരള കെയർ. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യ പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യ പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് പദ്ധതികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ഈ ഒരു പദ്ധതികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന പരീക്ഷകളെല്ലാം പ്രതീക്ഷിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ 2 ബാച്ച് ഞാൻ 10th ലെവൽ ബാച്ചും ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ക്ലാസ് മാക്സിമം നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. PSC യുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ PSC യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് നിങ്ങളുടെ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തീരെ വ്യൂസ് കുറവാണ്. നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അന്ന് കയറി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മുഴുവൻ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം ആ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.